റോഡുകൾ നല്ലതല്ലെങ്കിൽ ഹൈവേ ഏജൻസികൾ ടോൾ ഈടാക്കരുതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഈ സാമ്പത്തിക വർഷം 5000 കിലോമീറ്റർ കൂടുതൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത ടോളിങ്ങിനെ കുറിച്ച് ആഗോള ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു ഗഡ്കരി. നിങ്ങൾ നല്ല നിലവാരമുള്ള സേവനം നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ ടോൾ ഈടാക്കരുത്. ഉപയോക്തൃ ഫീസ് ശേഖരിക്കുന്നതിനും ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനുമായി ഞങ്ങൾ ടോളിംഗ് ആരംഭിക്കാൻ തിടുക്കം കൂട്ടുകയാണ്, റോഡ് ഗതാഗത ഹൈവേ മന്ത്രി പറഞ്ഞു. മികച്ച നിലവാരമുള്ള റോഡ് നിൽക്കുന്നിടത്ത് നിങ്ങൾ ഉപയോക്തൃ ഫീസ് വാങ്ങണം. കുഴികളും ചെളിയും നിറഞ്ഞ റോഡുകളിൽ ടോൾ പിരിക്കുന്നെങ്കിൽ ജനങ്ങളിൽ നിന്ന് തിരിച്ചടിയുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് പുതിയ GPS അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം ഏർപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. നിലവിലെ ടോൾ സമ്പ്രദായം ഒഴിവാക്കി സാറ്റലൈറ്റ് അധിഷ്ഠിത സേവനം കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇതിലൂടെ ഏകദേശം 10,000 കോടി അധിക വരുമാനം ലഭിക്കുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഹൈവേകളിൽ ടോൾ പിരിവിനായി ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഉടൻ നടപ്പാക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. മികച്ച വരുമാനം നൽകുന്നതിനൊപ്പം ഇത് ഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതിനും സഹായിക്കുമെന്ന് കരുതുന്നു. ഹൈവേ ശൃംഖലയിൽ നിന്നുള്ള റെക്കോർഡ് വരുമാനത്തിനായിരിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതോടെ സാക്ഷ്യം വഹിക്കുക, നിതിൻ ഗഡ്കരി പറഞ്ഞു. GNSS ടോൾ വരുമാനത്തിലേക്ക് ഇതുവഴി 10,000 കോടി രൂപ അധികം എത്തുമെന്നും നിലവിലെ സംവിധാനത്തിലുള്ള പ്രശ്നങ്ങൾ 99% പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ ടോൾ ഉപയോക്താക്കൾക്ക് യാതൊരു തരത്തിലുള്ള അസൗകര്യവും ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യയിൽ സുതാര്യവും കാര്യക്ഷമവുമായ GNSS അടിസ്ഥാനമാക്കിയുള്ള ടോൾ സംവിധാനം ഒരുക്കുമെന്നും ഗതാഗത മന്ത്രി ഉറപ്പു നൽകി. ഈ വർഷം അവസാനത്തോടെ പുതിയ സംവിധാനം നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് നടപ്പിലാക്കിയ ശേഷം ഫാസ്ടാഗ് അടിസ്ഥാനമാക്കിയുള്ള ടോൾ പിരിവ് സംവിധാനം പൂർണ്ണമായും ഇല്ലാതാകും. ഓരോ വാഹനങ്ങളിലെയും റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ GPS-ന്റെ സഹായത്തോടെ ടോൾ പിരിവ് നടത്താൻ ഉപയോഗപ്പെടുത്തും. കൂടാതെ ഹൈവേകളിൽ വെർച്വൽ ടോൾ ബൂത്തുകളും സജ്ജീകരിക്കും. ചലിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ലൈസൻസ് പ്ലേറ്റുകൾ തിരിച്ചെത്താൻ കഴിയുന്ന ക്യാമറകളും ഇതിനോടൊപ്പം സ്ഥാപിക്കും. ആളുകൾ സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായിരിക്കും തുക ഈടാക്കുക. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.